പ്രിയമുള്ളവർ, ഇത് കായംകുളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കുടിവെള്ളം കാത്ത് ഇരിക്കുന്ന ബക്കറ്റുകളാണ്. ഇപ്പോൾ ഏതാണ്ട് 2 ദിവസമായി കൃത്യമായിട്ട് ഈ ഭാഗത്തേക്ക് പമ്പിങ് നടത്തിട്ട്. ഇവിടെ ഇത് കൃഷ്ണവരം പഞ്ചായത്തിൻ്റെ 4-ാം വാർഡാണ്. ഇപ്പോഴത്തെ പുതിയ 4-ാം വാർഡാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഇവിടെ കുടിവെള്ളത്തിന് വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് കിണറുകളില്ലാത്ത കുറേ വീടുകളുണ്ട്. ഈ വീടുകളെല്ലാം കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. ഒരു 10 തവണയെങ്കിലും കായംകുളത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് വിളിക്കുമ്പോഴാണ് ഒരിക്കൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം 10 തവണ വിളിച്ചു കഴിഞ്ഞാൽ 10 ഉദ്യോഗസ്ഥരായിരിക്കും അവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥരും അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് ഞങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതു ടാപ്പുകൾ മൊത്തം പൂട്ടിയിരിക്കുകയാണ്. അവരത് പൊതു ടാപ്പുകൾ സർക്കാർ പണമടയ്ക്കാത്തതുകൊണ്ട് അവർക്ക് വാട്ടർ അതോറിറ്റിക്ക് നഷ്ടമാണ് എന്നുള്ള ഒരു ധാരണ വെച്ചിട്ട് പൊതു ടാപ്പുകൾ മൊത്തം പൂട്ടി. പൈസ അടയ്ക്കാത്ത വീടുകളിലെ കണക്ഷനുകൾ മൊത്തം കട്ട് ചെയ്തു. കേരളത്തിൽ നാളിതുവരെ ഉണ്ടാകാത്ത ഒരു പ്രവൃത്തിയാണ് ഈ പൊതു ടാപ്പുകൾ നിർത്തലാക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ചെയ്യുമ്പോൾ 10 ഉദ്യോഗസ്ഥർ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 ഉദ്യോഗസ്ഥരും അവരുടെ 10 പേരുടെയും അഭിരുചിക്കനുസരിച്ചാണ് ഓരോ തരത്തിലായിട്ട് മറുപടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്പർ 1 കേരളമേ ഒരല്പം കുടിവെള്ളം തരൂ, ഇതാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്പർ 1 കേരളം എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നമ്പർ 1 ആകണ്ടേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നമ്പർ 1 ആയിട്ട് കാര്യമില്ലല്ലോ. ഒന്നുകിൽ കായംകുളത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ കായംകുളത്തെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം. ഇവന്മാരെ എന്തിനാ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇവന്മാരെ എന്തിനാ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മനുഷ്യന് കൂടെ കുടിവെള്ളം വേണം. കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പറയേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇത് അധികാരികളിൽ എത്തിച്ചേരുന്നവരെ പരമാവധി ആൾക്കാർ ഷെയർ ചെയ്യുക. ദയവായി കായംകുളത്തെ കുടിവെള്ളം തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കായംകുളത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് അടച്ചുപൂട്ടുകയും അതോടൊപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥരെ നിരുപാധികം പിരിച്ചുവിടുകയും ചെയ്യണം.